ഡാഡി, पिता, നിന്റെ ആട്ടിൻകൂട്ടം ये आपके भेड़ है, നീ ഞങ്ങളെ ഏൽപ്പിച്ചു. ये आपने हमारे हाथों में सौंपा. ഇന്ന് ഡാഡി ഇവിടെ വന്നിട്ട് പറഞ്ഞു, അവരുടെ വിശ്വാസത്തെ ഞാൻ തൊടാൻ പോകുന്നു. आज पिता ने यहाँ आके कहा कि मैं उनके विश्वास को छूने वाला हूँ. അവർ വിശ്വസിച്ച ഇതെന്താണോ അതിൻ്റെ മഹത്വം അവർ കണ്ട്. उन्होंने जिस विषय को विश्वास किया, जिस बात को विश्वास किया, उसकी महिमा वो देख पाए. ഡാഡി, നീ എന്നെ ഏൽപ്പിച്ച നിന്റെ ആട്ടിൻകൂട്ടം അവരുടെ പക്വതയില്ലായ്മ അവരോട് ക്ഷമിക്കണം. पिता, ये आपने मेरे हाथों में सौंपा हुआ आपके भेड़ है, उनकी जो परिपक्वता नहीं दिखाई देती उसे आप क्षमा करना प्रभु. ഞങ്ങളുടെ ഉഴപ്പ് ഞങ്ങളോട് ക്ഷമിക്കണം. हमारे आलसीपन को हमसे क्षमा करना प्रभु. Yes, Daddy. Yes, Daddy. ഞങ്ങളുടെ അവിശ്വാസം ഞങ്ങളോട് ക്ഷമിക്കണം. हमारे अविश्वास को हमसे क्षमा करना. അവിശ്വാസ നിമിത്തം ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ഞങ്ങളോട് പൊറുക്കണേ. और उस अविश्वास के कारण हम बहुत बार घबरा गए और उसके लिए हमसे क्षमा करना प्रभु. ഇത് ഒരു സൈന്യമായി മാറും. ये एक सेना बनकर उठे. ഇത് അപ്പച്ചന്റെ സ്പെഷ്യൽ ജനറേഷൻ. ये पिता आपके खास पीढ़ी है. അപ്പച്ചന്റെ കയ്യിലോട്ട് വീണ്ടും ഞാൻ ഇത് തിരിച്ചു തരും. आपके हाथों में पिता मैं इनको फिर से सौंपता हूँ. ദൈവത്തിന്റെ അത്ഭുതം ഞങ്ങൾ കാണാൻ ഇടയാക്കും. परमेश्वर के अद्भुत कार्यों को हम देख पाए. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में हम पूछते हैं. ആമേൻ. आमेन. ആമേൻ. आमेन. ആമേൻ. आमेन. ഓൾറെഡി ബ്ലെസ്ഡ് ആയ എത്ര പേരുണ്ടെന്ന് കര ഉയർത്തി. और आज के दिन पहले ही आशीषित हो गए, वैसे कितने लोग हैं अपने हाथों को उठाए? ചുമ്മാ കൈ ഉയർത്തല്ലേ, ഞാൻ പറഞ്ഞ കേട്ടിട്ട് ഉയർത്തി. जो मैंने कहा वो ध्यान से सुनकर समझकर ही हाथ उठाना. ഓൾറെഡി ബ്ലെസ്ഡ് ആയവരെ കൈ ഉയർത്താനാ പറഞ്ഞു. जो पहले ही आशीषित हो गए हैं वो लोग अपने हाथों को उठाए. അപ്പൊ ഇനി ഒരു മെസ്സേജിന്റെ ആവശ്യമില്ല. तो अभी फिर एक संदेश की जरूरत नहीं. നമ്മുടെ ക്ലോസിംഗ് ടൈം ആയി. हमको समाप्त करने का समय हो चुका है. പരിശുദ്ധാത്മാവിന് ഒരു പ്രോഗ്രാം ഷീറ്റ് കൊണ്ട് നമ്മൾ ചെന്നാൽ അത് വലിച്ചു കയറി കൈത്തരും. पवित्र आत्मा के पास अगर हम हमारा एक प्रोग्राम शीट लेकर जाए तो वो पवित्र आत्मा उसे फाड़ कर हमारे हाथों में दे देता है. എനിക്ക് എല്ലാ ആഴ്ച ഇറങ്ങി കയറി വന്ന് ഒന്ന് പ്രസംഗിച്ച് 10 പേരോട് ദൂത് പറയണം, അതാ തൃപ്തി. और मेरी इच्छा है कि मैं आऊँ, प्रचार करूँ, 10 लोगों से नबूवत की वाणी कहूँ तो मैं थोड़ा तृप्त होता हूँ. 10 പേരുടെ വിടുതൽ കാണുന്ന ഭയങ്കര സന്തോഷം. और 10 लोगों का छुटकारा देखना ये बहुत खुशी की बात है. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രോഗ്രാം ഷീറ്റൊക്കെ മാറ്റി എഴുതും. पर पवित्र आत्मा ने अपने संविधान को, आज के बातों को सब अपने रीति में लिखा. ഞങ്ങൾ അസാധാരണമായ ദൂതായിരുന്നു ഇവിടെ വന്ന്. एक बहुत ही असाधारण वाणी यहाँ पर आई. 3 തലമുറ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പലതും 3 തലമുറ മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് വചനം വെച്ച് ഞാൻ തെളിയിക്കും. और आप आज जो भी अनुभव कर रहे हो वो 3 पीढ़ियों के पहले ही है. इस बात को मैं वचन के आधार से आपको स्थापित कर सकता हूँ. അതാണ് എൻ്റെ മസ്കറ്റിലെ അടുത്ത സീരീസ് തുടങ്ങാൻ വേണ്ടി ഞാൻ 2 മാസമായിട്ട് ശ്രമിക്കുന്നു. और मस्केट में अगले जो है सीरीज को शुरुआत करने के लिए उस वचन को ही मैंने निकाल रखा है. മസ്കറ്റിനോട് ഉള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു വിഷയമാണ്. മസ്കറ്റിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു വിഷയമാണ്. मस्केट के कलीसिया के आधार पर पवित्र आत्मा ने मुझसे इस विषय को बांटा था. അപ്പോൾ നിങ്ങൾ ഓർക്കും ബോംബെക്കാർക്ക് അത് ആവശ്യമില്ല. तो आप सोचोगे कि मुंबई वालों को क्या उसकी जरूरत नहीं. മസ്കറ്റ് സർവീസ് ഞാൻ ബോംബെക്കാരോട് കൂടി ഉദ്ദേശിച്ചെടുക്കും. और मस्केट की सेवकाई में मुंबई के लोगों को भी याद में रखकर
वहां सेवकाई करता हूँ। അതുകൊണ്ടാണ് നിങ്ങൾ ഈ പലരും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയും. इसके लिए आप में से जब उसको सुनते हो आप कुछ उसमें से छुटकारा अनुभव कर पाते हो। ഇന്ന് ഏർലി മോർണിംഗിലാണ് മനസ്സിലായേ ഈ സാധനം എല്ലാം വരുന്ന ഏത് ലീനിയേജ്. तभी हमको समझ में आया कि ये सारी श्रेष्ठ चीजें कहाँ से, किस वंशावली से आ रही है। എൻ്റെ ഗ്രാൻഡ് ഡാഡ് मेरे आत्मिक पिता के आत्मिक पिता പ്രൊഫറ്റ് മഖണ്ഡിവ प्रॉफिट इमानुएल मखंडीवा എൻ്റെ അപ്പൻ്റെ ചർച്ച് ഉദ്ഘാടനം ചെയ്തു. मेरे आत्मिक पिता के कलीसिया को उन्होंने ओपन किया, उद्घाटन किया। ഇന്ന് പ്രഭാതത്തിലായിരുന്നു ആ മീറ്റിംഗ്. और आज सुबह उसकी सेवकाई थी ഗ്രീറ്റ് ചെയ്യാൻ വന്ന എൻ്റെ അപ്പച്ചൻ പ്രസംഗിച്ചിട്ട് പോയി. और मेरे जो है आत्मिक पिता के पिता जो उनको वंदन करने आए थे वहां पर सेवकाई करके गए। വലിയ പച്ചൻ എൻ്റെ വലിയ പച്ചൻ दादाजी मेरे आत्मिक, हाँ मेरे प्रॉफिट मकंडीवा मेरे आत्मिक पिता के पिता പ്രസംഗിച്ചു പുള്ളി പറഞ്ഞു എനിക്ക് തൃപ്തിയായിട്ടില്ല, എനിക്ക് ഇച്ചിരിയേറെ സമയം വേണം, ഞാൻ വീണ്ടും വരുമെന്ന്. उन्होंने प्रचार करने के बाद कहा कि मैं प्रचार करके तृप्त नहीं हुआ, मैं फिर वापस आपके पास आऊंगा। പുള്ളി പലതും തൊട്ടത് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ച. और उन्होंने जो भी विषय को छुआ उन विषयों को हमने यहाँ पर बांटा है। നമ്മുടെ വാക്യം പോലും അത് തന്നെയായിരുന്നു. और हमारा वचन भी वो ही सेम था। കുറിവാക്യം വായിച്ച മാത്രമുള്ളായിരുന്നു ഡിഫറൻസ്. पर उन्होंने പ്രസംഗിച്ചതിനകത്ത് ഉപയോഗിച്ച മുഴുവൻ ഇൻസിഡൻറ്റുകളും നമ്മളിവിടെ തൊട്ട കാര്യങ്ങളാണ്. उन्होंने जो वचन से शुरुआत किया वो अलग था, पर उसके बाद जिस भी वचन को छुआ उस सभी वचनों को हमने यहाँ पर बांटा है। പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ കുഞ്ഞും അദ്ദേഹം വലിയപ്പച്ചനുമായിരുന്നു. पर एक ही फर्क है कि मैं बच्चा हूँ और वो दादाजी है। ഞാൻ തീരെ ശിശു ആയതുപോലെ എനിക്ക് തോന്നി ആ പ്രസംഗം കേട്ടപ്പോൾ. और जब मैंने उस सेवकाई को अनुभव किया मुझे समझा कि मैं और बच्चा हो गया हूँ। എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നു, ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് സാല്യൂട്ട് ചെയ്ത്. अगर मुझसे खड़ा होने होता तो मैं खड़ा होकर उनको सलाम मारता। വാട്ട് എ വണ്ടർഫുൾ ഫാമിലി. बहुत ही अद्भुत पिता। അത്രയും ഒരു വലിയപ്പച്ചന് ഞങ്ങൾക്ക് തന്ന അപ്പനായി സ്തോത്രം. और वैसे एक दादा को दिया उस पिता के लिए हम प्रभु को धन्यवाद देते हैं। എൻ്റെ ടീച്ചർ, मेरा शिक्षक, എൻ്റെ മോസസ്, मेरा मूसा, ഡെസ്റ്റിനി ഹെൽപ്പർ, मेरा लक्ष्य का सहायक। സ്വർഗീയ അപ്പച്ചനെ ഇതുപോലെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ മറ്റാർക്കും കഴിയത്തില്ല. मेरे स्वर्गीय पिता से मुझको परिचित कराने वाले और कोई ऐसा व्यक्ति है ही नहीं। അദ്ദേഹത്തിന്റെ പേര് പ്രൊഫറ്റ് ഷൈജു മാത്യു. और उनका नाम है प्रॉफिट शाइजू मैथ्यू। അദ്ദേഹത്തെ എത്ര സെലിബ്രേറ്റ് ചെയ്താലും മതിയാകത്തില്ല. उनका कितना भी उत्सव मना ले तो वो काफी नहीं होगा। കാനഡക്കാർക്ക് അടുത്ത് എപ്പോഴും കിട്ടുന്നു. और कनाडा के लोगों को वो हर वक्त अपने पास ही उपलब्ध है। ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് എപ്പോഴും അടുത്ത് കിട്ടത്തക്കൂടെ ഇങ്ങേക്ക് വരണേ. और मैं प्रार्थना कर रहा हूँ कि हमको भी वो करीब से मिल पाए, वैसे वो हमारे पास आ जाए। ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. एक बात कहकर मैं समाप्त करूंगा। ഒറ്റ ഫ്രൈഡേ സർവീസിലെ ഒറ്റ കാര്യം. रविवार की सेवकाई की एक बात कहकर समाप्त करूंगा। അത് പറയാൻ കാരണം എൻ്റെ മറ്റൊരു വേർഷൻ മക്കണ്ടി വാപ്പച്ചൻ ഇന്ന് പറഞ്ഞു. वो मेरा कहने का कारण ये है क्योंकि प्रॉफिट मक्कंडीवा ने उसी बात को दूसरे एक दृष्टिकोण से कहा। वचन में ऐसा कहा गया है, ബൈബിൾ ഇങ്ങനെ വാക്യം. वचन में ऐसा एक वचन है, बाइबल में ऐसा एक वचन है, പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു. पिता परमेश्वर ने अपने इकलौते पुत्र को हमको दिया।
പുത്രന്റെ അംശം തന്നെന്നല്ല പറഞ്ഞു. ऐसा नहीं कहा कि पुत्र का कोई अंश दिया, പുത്രന്റെ പ്രസൻസ് തന്നെന്നല്ല പറഞ്ഞു. ऐसा नहीं कि पुत्र की उपस्थिति हमको दी, പുത്രന്റെ പോർഷൻ തന്നെന്നല്ല പറഞ്ഞു. ऐसा नहीं कि पुत्र का कोई भाग हमको दिया, പുത്രന്റെ പവർ തന്നെന്നല്ല പറഞ്ഞു. पुत्र का सामर्थ्य दिया, ऐसे नहीं, പുത്രനെ തന്നു. पुत्र को दे दिया. പുത്രനെ തന്നെന്ന് പറഞ്ഞാൽ ബാലൻസ് ഒന്നുമില്ല അവിടെ. मतलब पूरा दे दिया, वहां पर कुछ भी बाकी नहीं है. പുത്രനുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല അവിടെ. पुत्र से जुड़ा हुआ कुछ भी अभी वहां बाकी नहीं है. ओ शाबाना आदोस मैंने दिया लेगो सेगेनी अंधारी. അവനെ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന ബൈബിൾ പറഞ്ഞു. वचन कहता है कि जो उसे स्वीकार करेंगे वो उद्धार पाएंगे. അപ്പം തന്നിടത്തല്ല കുഴപ്പം, സ്വീകരിക്കുന്നിടത്താണ് കുഴപ്പം. तो जो देने वाला है उसमें कोई संकट नहीं, पर जो दिया गया उसमें कोई गड़बड़ी नहीं, पर जो स्वीकार रहे हैं उसमें गड़बड़ी है. ധൃതിയില്ല, പതുക്കെ കേട്ടിട്ട് പറഞ്ഞാൽ. കാരണം ഇത് ഒത്തിരി ഗ്രാൻഡാഡ് പറയുന്ന പോലെ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. तो ഡാഡ് പറയുന്നത് ഡീപ്പായി, मेरे पिता कहते हैं कि बहुत गहरा वचन है. ഗ്രാൻഡാഡ് പറയുമ്പോൾ പറയും ഇത് കോംപ്ലിക്കേറ്റഡ്. मकंडीवा वचन कहते हैं कि ये बहुत ही कॉम्प्लिकेटेड है. എനിക്ക് ഈ കോംപ്ലിക്കേറ്റഡ് സാധനം പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ ഇന്ന് രാവിലെ അത് മനസ്സിലായി. और मैं भी सोचता था कि मैं ऐसे बातों को क्यों बांट रहा हूं, पर आज सुबह मुझे समझ में आया. അപ്പോൾ തന്നിടത്തല്ല പ്രോബ്ലം, വന്നിടത്തുമല്ല പ്രോബ്ലം, സ്വീകരിച്ചിടത്താണ് പ്രോബ്ലം. तो जो दी गई थी उसमें कोई गड़बड़ी नहीं, जो ली गई वहां पर भी नहीं, पर जब स्वीकार किया उसमें गड़बड़ी थी. വലിയപ്പച്ചൻ പറഞ്ഞപ്പോൾ അബ്രാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യം, ഐ തോട്ട് വീണ ആൻഡ് ഈസ് വാസ് there in that meeting. Yes. ഞാനീ പറയുന്നത് വീണ ആൻറ്റിക്കും ജോമനും മനസ്സിലാവും. तो मैं जो कह रहा हूं उस वचन को वीना आंटी और जोमुन समझ पाएंगे. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. पूरे डिटेल में कहने के लिए मेरे पास समय नहीं. കാരണം എൻ്റെ വലിയപ്പച്ചൻ 10 മിനിറ്റ് പറയുന്ന കാര്യം ഞാൻ 10 ദിവസം പ്രസംഗിച്ചാലേ അതാകൂ. क्योंकि अगर मेरे आत्मिक पिता के पिता जो 10 मिनट के लिए कहते हैं मैं 10 दिन लो तो ही वो शायद पूरा हो पाएगा. സ്തോത്രം പറഞ്ഞ ഞാൻ മീറ്റിംഗ് തുടങ്ങി, പിന്നെ വാവൊളിച്ചിരിക്കേണ്ടി വന്നു മീറ്റിംഗ്. तो मैंने प्रभु को स्तुति देकर शुरुआत किया, फिर जब सेवकाई को अटेंड किया तो मैं आश्चर्यचकित हो गया. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയി, मैं कुछ नहीं कर पाया. സ്തംഭിച്ചു എന്ന് പറയാം. ऐसे कहूँ कि मैं वहां पर आश्चर्यचकित हो गया. അതാണ് വചനത്തിന്റെ ആ വെളിപ്പാടിന്റെ ആഴങ്ങളിലോട്ട് പോയി. वचन की प्रकटीकरण की गहराई उतनी बड़ी है. ഒന്ന് അബ്രാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ പ്രതിഫലവും. अब्राम से प्रभु कहता है कि हे अब्राम मत डर, तेरी ढाल और तेरा अत्यंत बड़ा प्रतिफल मैं हूं. ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു. Fear not, Abram, I am your shield. Your reward shall be very great. അടുത്ത് വേറെ വല്ല വർഷം ഇത് പ്രോപ്പറേ അല്ല. അബ്രാമിന് ദൈവം ദൈവത്തെ കൊടുക്കും. और अब्राम को परमेश्वर अपने आप को दे रहा है. ഡിഫറൻസ് അതാണ്. फर्क इतना है. ആ ജനറേഷനിൽ ദൈവം ദൈവത്തെ കൊടുത്തത് അബ്രാമിനാണ്. उस पीढ़ी में परमेश्वर ने अपने आप को अब्राम के हाथों में दिया. ബാക്കി ആർക്കും ദൈവം ദൈവത്തെ കൊടുത്തില്ല. किसी और के हाथ में परमेश्वर ने अपने आप को नहीं दिया. ദൈവം ദൈവത്തിന്റെ പോർഷനെ കൊടുത്തുള്ളൂ. परमेश्वर ने अपने सिर्फ एक छोटे भाग को दिया. ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. और मैं बहुत ही आश्चर्यचकित हुआ. എന്നിട്ട് എൻ്റെ വലിയപ്പച്ചൻ പറയാ,
നമുക്ക് യേശുവിനെ തന്നു. और फिर प्रोफेट मकंडीवा ने कहा कि हमको यीशु दिया है. അബ്രഹാമിന്റെ കൊച്ചുമക്കളാകണ്ട നമുക്ക് हम जो अब्राहम के पोते बनने हैं, കൊച്ചുമക്കളാകേണ്ടവർ हमको पोता बनना है. ആയിട്ടില്ല, अभी तभी तक हुए नहीं, ആകേണ്ടവർ. हमको बनने हैं. ദൈവം പുത്രനെ കൊടുത്തു. और परमेश्वर ने पुत्र को दे दिया. നമുക്ക് കിട്ടിയേക്കുന്ന പുത്രനെ മൊത്തമായിട്ടാ, हमको पुत्र पूर्ण तरीके में दिया गया है. അല്ലേ? यस ആണോ? यस ആണല്ലോ. हाँ. പുത്രനെ കിട്ടിയെങ്കിൽ പിതാവിനെ എങ്ങനെ കിട്ടും? अगर पुत्र हमको दे दिया है तो पिता को हम कैसे प्राप्त करें? പിതാവ് നമുക്ക് എന്തോ എടുത്തു തന്നു? पिता ने हमको क्या दिया? പുത്രനെ മൊത്തമായിട്ട് തന്നു. पुत्र को पूर्णता में हमको दे दिया. അപ്പൊ പിതാവിനെ എങ്ങനെ കിട്ടും? तो हम पिता को कैसे समझे? ഈ വാക്യം ഒന്ന് എടുക്കണമെന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു പോർഷൻ ഉണ്ട്, അത് जॉन ഇംഗ്ലീഷിൽ यीशु ने उससे कहा, मार्ग और सत्य और जीवन मैं ही हूं. ആ बिना मेरे द्वारा ആ कोई पिता के पास नहीं पहुंच सकता. ആ ചോദിച്ചു. ഇംഗ്ലീഷ് Jesus said unto him, I am the way, the truth, and the life. No man cometh unto the Father but by me. അവിടുത്തെ വാക്ക് ശ്രദ്ധിച്ചോ. वहां के शब्द पर ध्यान നോ दिए. മാൻ കമത്ത്, Unto the Father but by me. നോ മാൻ ഗോ ടു ഫാദർ എന്നല്ലല്ലോ. हाँ, ऐसा नहीं कहा कि कोई व्यक्ति पिता के पास जा नहीं सकता, पर ऐसा है कि कोई व्यक्ति പോകാൻ, हाँ, പിതാവിന്റെ അടുക്കൽ പോകാൻ. पिता के पास जाना. ഗോ എന്നല്ല അവിടെ ഉപയോഗിച്ചേക്കുന്നത്. वहां पर जाना ये शब्द उपयोग नहीं किया. എന്നാ പറഞ്ഞു. पहुंच आना, वो शब्द, पहुंचना, उस शब्द को उपयोग किया है. तो पिता कहां पर है? അടുത്ത വാക്കോടെ പറയാം, അപ്പൊ മനസ്സിലായി. अगले शब्द को भी कहूंगा. എന്താ ശിഷ്യന്മാരോട് പറഞ്ഞു? चेलों से क्या कहा? പിതാവിന്റെ അടുക്കൽ ഞങ്ങൾ എങ്ങനെ പോകും? पिता के पास हम कैसे पहुंचेंगे? യോഹന്നാൻ 14 മുതലുള്ള അധ്യായങ്ങളെ ഞാൻ ഈ പറയുന്നത്, यूहन्ना का നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. यूहन्ना का सुसमाचार 14वां अध्याय से मैं ये कह रहा हूं, आप पढ़ोगे तो आपको ഞങ്ങൾക്ക് समझ में आएगा. പിതാവിനെ എങ്ങനെ കാണാൻ പറ്റുമോ? हम पिता को कैसे देख पाएंगे? യേശു എന്താ പറഞ്ഞത്? यीशु ने क्या कहा? എന്നെ കണ്ടവർ ആരെ കണ്ടു? जिसने मुझे देख लिया है उसने पिता को देख लिया. പിതാവ് എവിടെ ഉണ്ട്? तो पिता कहां पर है? പറ. पुत्र के, പുത്രൻ. पुत्र के अंदर. പുത്രൻ എവിടെ ഉണ്ട്? पुत्र कहां पर है? അപ്പൊ പിതാവ് എവിടെ ഉണ്ട്? पुत्र मेरे अंदर है. उसका अर्थ पिता भी कहां है? मेरे अंदर है. यहाँ पे ऐसे लिखा है कि यदि तुमने मुझे जाना होता तो मेरे पिता को भी जानते और अब उसे जानते हो और उसे देखा भी है. तो यीशु मसीह ऐसे कह रहा है कि अगर आपने मुझे देख लिया है तो आपने पिता को देख लिया है. उसका क्या अर्थ है कि पिता किधर है? पुत्र के अंदर. और पुत्र कहाँ है? हमारे अंदर. तो पिता कहाँ है? हमारे अंदर. आमेन. आमेन. മനസ്സിലാകുന്നുണ്ടോ? പുത്രനെ തന്നെന്ന് പറഞ്ഞാൽ പിതാവിനെ തരുമായിരുന്നു. पुत्र को दे दिया ऐसे जब कहा, उसका अर्थ पिता अपने आप को दे रहा था. മറ്റൊരു തെളിവ് കേൾക്കാം. दूसरा एक सबूत देता हूं. യേശു ആരാ?
यीशु कौन है? അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപം. यीशु मसीह अदृश्य परमेश्वर का दृश्य दिखाई देने वाला रूप है. പുത്രനെ തരിക എന്ന് പറഞ്ഞപ്പോൾ ദൈവം ആരെയാ തന്നെ? तो जब पुत्र को दे दिया ऐसे कहा तो पिता किसको दे रहा था? अपने आप को. हाँ, शाखा दानासिया. ദൈവം ദൈവത്തെയാ തന്നെ. पिता परमेश्वर अपने आप को दे रहा था. അതുകൊണ്ടാണ് അവൻ ഒരു ദൈവം എന്ന് പറയുന്നത്. इसके लिए वो एक परमेश्वर ऐसे മൂന്ന് कहा गया. ദൈവം അല്ല, 3 परमेश्वर नहीं, അവൻ ഒരു ദൈവമാ. वो एक परमेश्वर है. ചുമക്കുന്ന ഒരാളാ നീ. आप वो व्यक्ति हो जो सर्वशक्तिमान परमेश्वर को ले चलते हो. നീ എവിടാ തോക്കണ്ടേ? आपको कहां देखना, നീ എവിടാ കീഴടങ്ങണ്ടേ? आप कहां पर किसके നീ अधीन में എവിടാ आना? തലകുനിക്കണ്ടേ? आप किधर सिर झुकाना है? നീ എവിടാ തകരുന്നേ? कहां आप नाशित നീ होंगे? എന്തിനാ കീഴടങ്ങുന്നേ? आप किसके लिए उसके अधीनता നീ में जाएंगे? ചുമക്കുന്നത് ഓൾമൈറ്റി ഗോഡിനെയാ. आप सर्वशक्तिमान परमेश्वर को ले चलते हो. സൃഷ്ടിതാവിനെയാ ചുമക്കുന്ന. आप सृष्टिकर्ता को ले चलते हो. സൂര്യനെ മെനഞ്ഞവനെ നീ ചുമക്കുന്നു. जिसने सूर्य की रचना की आप उसे ले चलते हो. ഉണ്ടാവും പറഞ്ഞേ. इसके लिए उसने പകൽ कहा, സൂര്യനെങ്കിലും हाँ, सुबह രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. इसके लिए उसने कहा कि सुबह सूर्य या रात में चंद्र तुझे हानि नहीं पहुंचाएगा. आमीन. ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്കും നിന്നെ ബാധിക്കാൻ കഴിയത്തില്ല. यहाँ की कोई भी संविधान आपको प्रभावित नहीं कर सकती. ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കും നിന്നെ ബാധിക്കാൻ കഴിയത്തില്ല. यहाँ का कोई भी वातावरण आपको प्रभावित नहीं कर सकता. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയാൽ നീ തകരത്തില്ല. वातावरण बदला तो भी आप नाशित नहीं होंगे. അതിന്റെ കാരണം എന്താ? इसका कारण क्या है? നീ ചുമക്കുന്നത് ഓൾമൈറ്റി ഗോഡിനെ. आप सर्वशक्तिमान परमेश्वर को ले चलते നീ हो. ചുമക്കുന്നത് ഓൾമൈറ്റി ഗോഡിനെ. आप सर्वशक्तिमान परमेश्वर को ले चलते हो. നീ നടക്കുമ്പോ ഓൾമൈറ്റി നടക്കുന്നു. आप जब चलते हो आप सर्वशक्तिमान നീ पिता चल വാ रहा है. തുറക്കുമ്പോ ഓൾമൈറ്റി വാ തുറക്കുന്നു. जब आप मुंह खोलते हो सर्वशक्तिमान वहां बातें कर रहा है. പ്രസംഗിക്കാനുള്ള മൂഡിലായതേ ഉള്ളൂ. मैं प्रचार करने के उस मनोभाव मूड में आया ही हूँ. ആഴ്ചയുടെ ബാക്കി നമുക്ക് अगले സംസാരിക്കാം. हफ्ते इस वचन के आगे के भाग को हम सीखेंगे. ഒരിക്കലും പതറല്. पर कभी भी डगमगाना नहीं. ഓൾമൈറ്റി നമ്മുടെ അകത്തുണ്ട്. सर्वशक्तिमान हमारे अंदर है. തൃത്വം നമ്മുടെ അകത്തുണ്ട്. तृत्व हमारे अंदर है. ലോകം അന്വേഷിക്കുന്ന തൃത്വം നമ്മുടെ അകത്തുണ്ട്. दुनिया खोजने वाली तृत्व ट्रिनिटी हमारे अंदर है. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? ഓൾമൈറ്റി സർവശക്തനായ ദൈവം ഞങ്ങളുടെ അകത്തുണ്ടെന്ന് തിരിച്ചറിവോടെ ഞങ്ങൾ കടന്നു പോട്ടെ. सर्वशक्तिमान परमेश्वर हमारे अंदर निवास कर रहे हैं, इस समझ के साथ हम लौटे. ഞങ്ങൾ സ്വീകരിച്ചത് ഓൾമൈറ്റി ഗോഡിനെയാണെന്ന് ഉള്ള തിരിച്ചറിവോടെ പോകാനിടയായി. और हमने सर्वशक्तिमान परमेश्वर को स्वीकार किया है, इस समझ के साथ हम लौट पाए. ഈ ജനം ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നത് തോൽക്കാനല്ലല്ലോ, പ്രാപിച്ച ജയം ഓൾറെഡി അവർ ജയത്തിലാണെന്ന്
ദൈവം തെളിയിക്കുന്ന വീക്കാക്കിയാൽ സ്തോത്രം. वो यहाँ से जो जा रहे हैं हार के अंदर नहीं, पर जो पहले से जीत उन्होंने प्राप्त किया है, वो इस हफ्ते उनके द्वारा स्थापित होने के लिए प्रभु आप उनको भेज रहे हो. പുത്രനിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ 2000 വർഷങ്ങൾക്ക് മുമ്പ് തുറന്നൊരു ജയമുണ്ട്. ആ ജയം ഞങ്ങൾ കണ്ണു തുറന്ന് ഇന്നു മുതൽ കാണാൻ പോകുന്നതിനാൽ സ്തോത്രം. पुत्र के द्वारा पिता परमेश्वर ने 2000 अधिक साल पहले जिस विजय को शुरुआत किया, वो हमारे आंखों से हम देखने वाले हैं. उसके लिए हम आपको धन्यवाद देते हैं. സകല ജനത്തെയും അപ്പച്ചന്റെ കയ്യിൽ ഒന്നുകൂടെ സമർപ്പിക്കും. आपके सारे बच्चों को आपके हाथों में सौंपते हैं. മഹത്വം അങ്ങേക്ക്. महिमा आपको. ഈ ജനത്തെ ഒരു സൈന്യമാക്കി കാട്ടും. इन लोगों को आप एक सेना बना देना. ഇതൊരു യൂണീക്ക് തലമുറയാക്കി. एक बहुत खास पीढ़ी बने. അപ്പച്ചന് തെരഞ്ഞെടുത്തവരെല്ലാം ഈ സഭയ്ക്കകത്ത് കയറട്ടെ. पिता आपने जिसको भी चुना है वो सभी इस कलीसिया में प्रवेश करें. തെരഞ്ഞെടുത്തവരെ ചേർത്ത് ഈ സഭ പണിതാട്ടെ. और जो चुने गए हैं उनको जोड़कर इस कलीसिया को आप बात. ഒന്ന് ഞങ്ങൾക്കറിയാം, एक बात हम जानते हैं, എന്റെ വലിയ बहुत ही जल्द हमारी कलीसिया का भी उद्घाटन होगा. ഈ ലീനിയേജ് അങ്ങനാണല്ലോ. ये वंशावली वैसी है. ഞങ്ങൾക്ക് തരേണ്ട ആരാന്നോ അത് പിടിച്ചു വെച്ചേക്കുന്നത് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യാൻ കൽപ്പിക്കുന്നു. हमको जो दिया जाना चाहिए वो जिसने भी पकड़ रखा है वो यीशु मसीह के नाम में अभी वहां से रिलीज ആ हो जाए. തടസ്സങ്ങളെല്ലാം ഞങ്ങളങ്ങ് ബ്രേക്ക് ചെയ്യുന്നു. सारे अड़चनों को हम अभी तोड़ते हैं. വിളിച്ചു തന്നാട്ടെ, വിളിച്ചു തന്നാട്ടെ. वो हमको बुला कर दे दे. ഞങ്ങൾ അന്വേഷിച്ചല്ല, വിളിച്ചു തന്നാട്ടെ. हम ढूंढ कर नहीं, पर वो हमको बुलाकर वो हमारे हाथों में दे दे. ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ हमारे हाथों में सौंप दे. പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसके लिए धन्यवाद. അത്ഭുതം ഞങ്ങൾ കാണാൻ പോകുന്നതിനാൽ സ്തോത്രം. अद्भुत कार्य हम देखने वाले इसके लिए धन्यवाद. യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में पूछते हैं. ആമേൻ, आमेन. ആമേൻ.